പുലി വരുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് പുലികൾ നമ്മുടെയൊക്കെ സെലിബ്രിറ്റീസിൻ്റെ വീടിൻ്റെ അകത്ത് കയറി വിലസാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും സൂപ്പർ സ്റ്റാറായ വിജയുടെ വീട്ടിലും നയൻതാരയുടെ വീട്ടിലും അതുപോലെ സാമന്തയുടെ വീട്ടിലുമൊക്കെ റെയ്ഡ് നടത്തിയിരുന്നു. എന്തിനാണ് ഈ റെയ്ഡ് നടത്തിയത് ഇത്ര പെട്ടെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു പിടിയുമില്ല. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നതനുസരിച്ച് പുലി ഫിലിം നിർമ്മിക്കാനായിട്ട് ഒരുപാട് ബ്ലാക്ക് മണി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ്. അതിൻ്റെ കണക്കൊന്നും കാണിക്കാത്തതുകൊണ്ട് ഇതിൻ്റെ സംഭവം എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവരുടെയൊക്കെ വീട് സെർച്ച് ചെയ്തത്. ചെന്നൈയിലും മധുരയിലും കൊച്ചിയിലും ട്രിവാൻഡ്രത്തും പിന്നെ ഹൈദരാബാദിലുമായിട്ട് ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ വീട്ടിൽ ഇപ്പോൾ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവരുടെയൊന്നും വീടുകളിൽ മാത്രമല്ല, പുലിയുടെ ഡയറക്ടറുടെയും പ്രൊഡ്യൂസറുടെയും ഒക്കെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നുണ്ട്. ഇനി നയൻതാരയുടെയും സാമന്തയുടെയും വീട്ടിൽ റെയ്ഡ് നടത്തിയതിൻ്റെ കാരണം പേയ്മെൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഒന്നും സബ്മിറ്റ് ചെയ്യാത്തതാണ് എന്നാണ് പറഞ്ഞത്. എന്തായാലും റെയ്ഡ് ഇപ്പോഴും കാര്യമായിട്ട് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. തിരുവല്ലയിൽ അടച്ചുപൂട്ടിയിരിക്കുന്ന നയൻതാരയുടെ വീട്ടിലും റെയ്ഡ് ഉണ്ടായിരുന്നു അത്രേ. എന്തായാലും ഇതുപോലെ പണ്ട് നമ്മുടെ മമ്മൂക്കായുടെയും മോഹൻലാലിൻ്റെയും വീട്ടിൽ ഒരു റെയ്ഡ് നടന്നിരുന്നു. പക്ഷേ അതിനെ ചുറ്റിപ്പറ്റി 1-2 കേസ് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് നമ്മൾ ആരും അതിനെപ്പറ്റി കേട്ടതേയില്ല. ഏതായാലും ഇതെന്താവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം.